ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടിലെ ദോശക്കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള ടൈനി കേക്ക്സ് ആണ്. ഇത് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ദോശക്കല്ല് എടുക്കാം കേട്ടോ. ഒരു 10 ഇഞ്ച് വരുന്ന ഒരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വെക്കണമെന്നില്ല. എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ചാൽ നമ്മുടെ കേക്ക് മുരിഞ്ഞു പോവേ. നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലായിരുന്നാൽ മതി. ഇനി നമ്മളൊരു പഴയ ദോശക്കല്ല് എടുക്കാം. ഉപയോഗിക്കാത്ത ദോശക്കല്ലില്ല, അത് ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പഴയ ചീത്തയായതോ എടുക്കാം. അതെടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, എല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പം മെഷറിംഗ് കപ്പോ സ്പൂണോ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഗ്ലാസ്സോ സ്പൂണോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മൾ ചിക്കു സ്റ്റൈലിൽ തന്നെ പ്ലം കേക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ വീട്ടിലുള്ള ഗ്ലാസിൻ്റെയും സ്പൂണിൻ്റെയും അളവൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് ഉപയോഗിക്കരുത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒരു വൈറ്റ് കളർ ആക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് നല്ല കളറൊക്കെ മാറി വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണേ. ഇനി അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന ദോശക്കല്ലിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല കേട്ടോ. നേരെ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലായിടത്തുമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഒരു എയർ ബബിൾസ് ഒക്കെ വരും, അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. നമ്മുടെ പഴയ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. വലിയ സൗന്ദര്യമൊന്നുമില്ല കേട്ടോ. കാണാനായിട്ട് അത്ര വലിയ ഭംഗി വേണമെന്നൊന്നുമില്ല. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച ഉടനെ തന്നെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു അടപ്പ് നേരത്തെ എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന ഒരു പ്ലേറ്റാണ്, അതുകൊണ്ട് അങ്ങ് അടച്ചു കൊടുത്താൽ മതി. നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ മതി. കേക്കിൻ്റെ സ്മെല്ല് വരുമ്പം ഉടനെ തന്നെ നമുക്ക് ഓഫാക്കി എടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സ്ക്വയർ കൊണ്ട് ഒന്ന് കുത്തി നോക്കി പറ്റി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കാം. പെട്ടെന്നാവും. നമ്മൾ സാധാരണ കേക്ക് വെക്കുന്ന പോലെയല്ല. ചിലപ്പോൾ ഇത് 10 മിനിറ്റ് കൊണ്ടാവും തീയുടെ ചൂടിനനുസരിച്ച്. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഓവനിലെ ട്രേ ഇല്ലേ അതിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. അതും ഇതുപോലെ തന്നെ പെട്ടെന്നായി കിട്ടും. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ മതിയാക്കും. നമുക്ക് ഈ ദോശക്കല്ലിൽ വെക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് ഡിമോൾഡ് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ദോശക്കല്ലിൽ ചൂടുകൊണ്ട് ഇത് കുറച്ച് ഹാർഡായി പോകും കേക്ക്. വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. തുണിയിട്ട് അങ്ങ് അടച്ചു വയ്ക്കാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റാം. നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. അടിയിൽ കരിഞ്ഞൊന്നും പോയിട്ടില്ല. കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ചെറിയൊരു കറിപ്പാത്രം എടുക്കാം. 7 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന ഒരു കറിപ്പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഓരോന്നായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒരു 8 എണ്ണം കട്ട് ചെയ്തെടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഇരട്ട നമ്പറായിട്ട് എടുക്കണേ. ഇപ്പോൾ മൊത്തത്തിൽ 8 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫാക്കിയിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വിസ്ക് വെച്ചിട്ട് അടിക്കാം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ കൊണ്ട് അടിക്കാം. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇഷ്ടമുള്ള ജാം എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ്. പൈനാപ്പിൾ ജാമാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. മാംഗോ ആണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം. ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ നല്ല പോലെ ലൂസായിട്ട് വരും. കണ്ടില്ലേ, ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് മതി. ഇതവിടെ മാറ്റി വെച്ചേക്കാം. നമ്മുടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവില്ലേ, അതിലെടുത്തിട്ട് ഒരു കോർണർ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്കുകൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സിറപ്പില്ലേ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എല്ലാത്തിലുമായിട്ട് അങ്ങ് ഒഴിക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കത് തിരിച്ചും കൂടെ വെച്ചിട്ട് അവിടെയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എടുത്തിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. 4 കേക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിപ്പിംഗ് ക്രീം അങ്ങ് ആക്കി കൊടുക്കുക. സ്പൂൺ വെച്ച് എല്ലായിടത്തുമായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലാക്കിയ ക്രീം അങ്ങ് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ചുറ്റിച്ചു കൊടുത്ത് നടുവിൽ കുറച്ചൊരു കുഴി പോലെ ആക്കി ഒരു കിണർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ച ജാമില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള അത്ര ഒഴിക്കാം കേട്ടോ. ഒരുപാട് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ജാമിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റ് ആകുന്ന സമയത്ത്. ചോക്ലേറ്റ് കുറച്ച് ക്രീമും കൂടെ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്താൽ മതി. ഡയറി മിൽക്ക് എടുത്തിരുന്നാലും മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ക്രീം അങ്ങാക്കി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏറ്റവും ടോപ്പിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പീസസ് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലും അത് ക്രീം അങ്ങാക്കി ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ലെയർ വേണമെന്നില്ല, ചെറിയ തിന്നായിട്ടുള്ളൊരു ലെയർ ഉണ്ടായാൽ മതി. ഇനി നമ്മളിത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പീസസ് ഇല്ലേ, ഈ പീസസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടുമ്പോൾ ഇതെല്ലാം കൂടെ അരഞ്ഞങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ 2 ബാച്ചായിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും അങ്ങാക്കി അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ അത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും പൊടി എടുത്തിട്ടില്ല, കുറേശ്ശെ പൊടി ഇട്ടിട്ട് അടുത്ത് ബാക്കി കുറേശ്ശെ ഇട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഈ ക്രീമൊക്കെ തട്ടിയിട്ട് പൊടി അങ്ങ് നനഞ്ഞു പോയാലോ. അടുത്തതും കവർ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 എണ്ണവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം 4 എണ്ണം 4 പേർക്ക് കഴിക്കാനൊന്നല്ല കേട്ടോ, വേണമെങ്കിൽ ഒരെണ്ണം 4 പേർക്കായിട്ട് കഴിക്കാൻ. നമ്മൾ ചെറിയ പീസല്ലേ കഴിക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കാരണം ചിലപ്പം ഒരെണ്ണമൊക്കെ കഴിച്ചു പോകും. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു മിൻറ്റ് ലീഫും കൂടെ വെച്ച് കൊടുക്കാം. നല്ലൊരു ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ ശരിക്കും എനിക്ക് യൂട്യൂബിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ. റെസിപ്പി പക്ഷേ നമ്മുടെ ചിക്കൂസ്റ്റേൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണണ്ടേ? അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിലൊരു റെഡ് കളറൊക്കെ ആയിട്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അതിലിട്ടാൽ മതി, അലിഞ്ഞു പോകുന്നുണ്ട്. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക്. പിന്നെ ആ ഒരു ജാമും ക്രീമും ഒക്കെ കൂടെ വരുമ്പം അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ തവയിലുണ്ടാക്കിയ കേക്കാണെന്നേ പറയില്ല, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ജ്യൂസിയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നല്ല കേക്കാണ്. ശരിക്കും ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഏത് ജാം വേണേലും വെക്കാം കേട്ടോ. ഇപ്പം ഈ സ്ട്രോബെറി ഇഷ്ടം അല്ലെങ്കിൽ പൈനാപ്പിൾ വെക്കാം, ഓറഞ്ച് വെക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ജാമാവുമ്പോൾ പിന്നെ എപ്പോഴും അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ജാമ് ഞാൻ വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.